ഷെയർ റഹീം, ഒന്ന് ഇനിയിപ്പോൾ 2027 ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്. 3 വർഷം ഇനിയുണ്ട്. പക്ഷെ അതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന, വളരെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങളുണ്ട്. മഹാരാഷ്ട്രയുണ്ട്, ഹരിയാനയുണ്ട്, ജാർഖണ്ഡ് ഉണ്ട്, അടുത്ത വർഷം ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളുണ്ട്, പിന്നെ ഡൽഹിയുണ്ട്. അങ്ങനെ വളരെ ക്രൂഷ്യലായ തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകുന്നു. ദേശീയ രാഷ്ട്രീയത്തിലും വലിയ പ്രസക്തിയുള്ള തെരഞ്ഞെടുപ്പാണ്. BJP അതിൻ്റെ ആഭ്യന്തര ശൈഥില്യങ്ങളാൽ തകർന്നുകൊള്ളും. യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും തമ്മിൽ പ്രശ്നം, RSSും മോദിയും തമ്മിൽ പ്രശ്നം, അതുകൊണ്ട് അവർ തകർന്നുകൊള്ളുമെന്ന് പ്രതിപക്ഷത്തിന് ആശ്വസിച്ചിരിക്കാൻ കഴിയില്ലല്ലോ. BJP അവരുടെ പോരായ്മകൾ മറികടന്ന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വിജയിക്കുകയാണെങ്കിൽ ദേശീയ രാഷ്ട്രീയ നറേറ്റീവ് വീണ്ടും മാറും. അല്ല, ഞങ്ങൾ അതിൽ കാത്തിങ്ങനെ ഇരിക്കലല്ല. അവരിങ്ങനെ തമ്മിൽ തല്ലി തകരും, അത് കാത്ത് നമുക്കിങ്ങനെ ഒരു വശത്തിരിക്കാം എന്നല്ല. വിശ്രമരഹിതമായ പ്രവർത്തനത്തിന് ഇന്ത്യൻ പ്രതിപക്ഷം തയ്യാറാവുകയാണ്. അതിൽ നേരത്തെ ഇദ്ദേഹം ചോദിച്ചു ഇടതുപക്ഷത്തിന് എന്താണ് റോളെന്നൊക്കെ ചോദിച്ചു. ശ്രീ സന്ദീപ് വാര്യർ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എണ്ണം കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഞങ്ങളെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങ് പറഞ്ഞതൊക്കെ ശരിയാണല്ലോ. ഈ പറയുന്ന പല സ്റ്റേറ്റുകളിലും ഞങ്ങൾ വല്ലാതെ പോയി. അത് കണ്ടിട്ടാണ് പൊന്നൊടുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്ന് അദ്ദേഹം ചോദിച്ചത്. ഈ പൂച്ചയ്ക്ക് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടേ. ആ ചെയ്തതിൻ്റെ എല്ലാം കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ ഒരു കാരണം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇന്ത്യയിലെ കർഷക സമരങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയത് ഈ പൂച്ച തന്നെയായിരുന്നു. ഓർക്കുന്നുണ്ടാകും നിങ്ങൾ, ഇന്ത്യയിലെ കർഷക സമരങ്ങൾ ലോങ് മാർച്ച് എന്ന പദം തന്നെ മലയാളികളുടെ ഇന്ത്യയുടെ മനസ്സിലേക്ക് പതിഞ്ഞപ്പോഴാണ്. നാസിക്കിൽ നിന്ന് മുംബൈ മഹാനഗരം ലക്ഷ്യമിട്ട് ഒരു ചുവന്ന കൊടിയും പിടിച്ച് കുറേ മനുഷ്യർ നടന്നുപോയി. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട വാർത്തകളുടെ ആദ്യം ഇടം പിടിക്കാതെ നിന്ന ആ മഹായാത്ര നയിച്ചത് ആരാണ്? പിന്നീട് ദേവേന്ദ്ര ഫഡ്നാവിസ് ഗവൺമെൻറ്റിന് വന്ന് മുട്ടുമുടക്കേണ്ടി വന്നു. രാജസ്ഥാനിലെ കർഷക സമരങ്ങൾ, അതിലെ രക്തസാക്ഷിത്വം, നിങ്ങളുടെ ഗവൺമെൻറ്റിനെതിരെ അന്നുയർന്ന മുദ്രാവാക്യങ്ങൾ ഇടതുപക്ഷത്തിൻ്റെതായിരുന്നു. അങ്ങയുടെ ഭാഷയിൽ പറഞ്ഞാൽ പൂച്ചയുടേതായിരുന്നു. അങ്ങനെ കുറേ പൂച്ചകൾ പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളീ പറഞ്ഞ ഉത്തർപ്രദേശിലും ഹരിയാനയിലും എല്ലാം നിങ്ങളെ വല്ലാതെ വരഞ്ഞു മുറുക്കിയത് ഈ പൂച്ച തന്നെയായിരുന്നു. എങ്ങനെ? അവിടുത്തെ ആൾബലത്തിലൊന്നുമല്ല, പക്ഷേ അതിന് ഇന്ധനം പകർന്ന തൊഴിലാളി പണിമുടക്കുകൾ, സമരങ്ങൾ, അഗ്നിവീറിനെതിരായ സമരങ്ങളിൽ DYFI എല്ലാം വഹിച്ച പങ്ക്, പോട്ടെ ഇന്ത്യയിലെ കലാലയങ്ങൾക്കകത്ത് SFI വഹിക്കുന്ന പങ്ക്. നിങ്ങൾ പറയുന്നു എണ്ണം കൊണ്ട് ഞങ്ങൾ എവിടെയില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. എങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ ഭയപ്പെടുന്നത്? ത്രിപുരയിൽ ഒരു ചെറിയ സംസ്ഥാനമല്ലേ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിധികളെ നിയന്ത്രിക്കുന്ന സ്ഥലമല്ല. അത് പിടിക്കാൻ നിങ്ങൾ എന്ത് എഫർട്ട് എടുത്തു? പിടിക്കാതിന് പുറത്ത് ഞങ്ങളെ ഇല്ലാതാക്കാൻ. ഇനി പിടിച്ചതിന് ശേഷം നിങ്ങൾ പറഞ്ഞെന്താ? ഇന്ത്യയിൽ അടുത്ത കേരളമാണ്. ഞങ്ങൾ ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനുമേൽ, ആശയത്തിനുമേൽ ഞങ്ങൾ നേടിയ വിജയമാണ്. നിങ്ങൾ പറഞ്ഞു ഇപ്പോൾ എന്താണ് ഇവിടെ ഇടതുപക്ഷത്തിന് എന്താണ് ഒരു കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ, ഞങ്ങൾ 1957 ഇന്ത്യയിൽ ആദ്യമായി ബാലറ്റിലൂടെ ഒരു സ്ഥലത്ത് അധികാരത്തിൽ വരുന്നത്. അത് കേരളത്തിലാണ്. അതിനും എത്രയോ കാലങ്ങൾക്ക് മുമ്പാണ് സാറേ നിങ്ങളുടെ വലിയ വിശ്രുതരായ ആളുകൾ എഴുതി വെച്ചത്, നിങ്ങളുടെ പ്രമാണിമാർ എഴുതി വെച്ചത്. ഇന്ത്യയിൽ 3 ആഭ്യന്തര ശത്രുക്കളുണ്ട്. വിചാരധാരയിൽ എഴുതി വെച്ചില്ലേ? അതിലൊരു ആഭ്യന്തര ശത്രു മുസ്ലിമാണ്, മറ്റൊന്ന് ക്രിസ്ത്യനാണ്, മൂന്നാമത്തേത് കമ്മ്യൂണിസ്റ്റാണ്. അതിനും എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അധികാരത്തിൽ പോലും വരുന്നത്. ഇടതുപക്ഷം അധികാരത്തിലുണ്ടോ ഇല്ലയോ എന്നതിനും അപ്പുറത്ത് ഇടതുപക്ഷത്തെ തന്നെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ രാഷ്ട്രീയം. എന്തുകൊണ്ട് നിങ്ങളതിനെ എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ ചർച്ചയിൽ ഞാൻ ഉന്നയിച്ചില്ലേ, ഞങ്ങൾക്ക് നിങ്ങളുടെ അധികാരത്തില്ല, നിങ്ങൾ ഉയർത്തുന്ന വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം, വിഭജനത്തിൻ്റെ രാഷ്ട്രീയം, ഫാസിസ്റ്റ് രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുകയും തുറന്നെതിർക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ആ രാഷ്ട്രീയ കടമ നിർവഹിക്കുന്നവരാണ് ഇടതുപക്ഷക്കാർ. ആ ഇടതുപക്ഷക്കാർ പൂച്ചയാണെങ്കിൽ പൊന്നുരുക്കുന്നിടത്ത് പൂച്ചയ്ക്കൊരു കാര്യവുമില്ലാതിരുന്ന കാലത്താണ് ഈ പൂച്ചയെ ഇന്ത്യയിൽ നിന്ന് തുരുത്തണമെന്ന് അന്ന് നിങ്ങളുടെ വിചാരധാരയിൽ എഴുതി വെച്ചത്. തുരത്തേണ്ട പൂച്ചകളുടെ കൂട്ടത്തിൽ അന്നേ നിങ്ങൾ എഴുതി വെച്ചു ഈ പൂച്ചയെയും തുരത്തണമെന്ന്. അതുകൊണ്ട് ആ പൂച്ച അല്പം കൂടിയ ഇനം പൂച്ചയാണെന്ന് നിങ്ങളുടെ ആളുകൾക്കറിയാം. സന്ദീപ് വാര്യർക്ക് ബോധ്യമായില്ലെങ്കിൽ പഴയ ആളുകളോട് അല്ലെങ്കിൽ അവരുടെ ഓർമ്മകളോട് അവരുടെ പുസ്തകത്തിലേക്ക് ഒന്ന് കയറി ചെന്നാൽ മനസ്സിലാകും. പിന്നെ നിങ്ങൾ പറഞ്ഞു ഈ ഉത്തർപ്രദേശിലെ രാഷ്ട്രീയം അതിങ്ങനെ ഞങ്ങൾ പരിഹരിച്ചോളാം, ഞങ്ങളിങ്ങനെ തിരിച്ചു വന്നോളാം. ഞാൻ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം ഭംഗിയായി ഒഴിഞ്ഞു മാറിയത് മാധ്യമ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞു. ശരി, ഞാൻ അതിലേക്ക് ഇനി കടന്നു പോകുന്നില്ല. പക്ഷേ നിരവധി സന്ദർഭത്തിൽ മോദിയെ ഇങ്ങനെ വിമർശിച്ചിട്ടുണ്ട്. മോഹൻ ഭഗവത് എന്ന് മറന്നു പോകരുത്. ഇവിടെ വരുന്നൊരു ചോദ്യം, നിങ്ങളുടെ സമഗ്രാധിപത്യ പ്രവണതകളുടെ പരീക്ഷ എന്താണ്? UPയുടെ പ്രത്യേകത ഗുജറാത്തായിരുന്നു നിങ്ങളുടെ ഒരു പരീക്ഷണശാല. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ പൊളിറ്റിക്കൽ ലബോറട്ടറിയാണ്, പരീക്ഷണശാലയാണ് ഉത്തർപ്രദേശ്. ഇവിടെ ശ്രീ KP നൗഷാദ് അലി സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ടല്ലോ, ഞാനത് ആവർത്തിക്കുകയാണ്.
ഒന്ന് എക്സ്ട്രാ ജുഡീഷ്യൽ എക്സിക്യൂഷൻ, ബുൾഡോസർ രാജ്, ഇതെല്ലാം നിങ്ങൾ നടപ്പിലാക്കി. ദളിതർ ഏറ്റവും അധികം വേട്ടയാടപ്പെട്ട സ്ഥലമാണ്. പാർലമെന്റിൽ എൻ്റെ തന്നെ ചോദ്യത്തിന് രാജ്യസഭയിൽ കിട്ടിയ ഉത്തരവുണ്ട്. 2019-നും 2024-നും ഇടയിൽ ഇന്ത്യയിൽ 17% SC വിഭാഗത്തിനെതിരായ കടന്നാക്രമണങ്ങൾ വർദ്ധിച്ചത്. അതിലേറെ വർദ്ധിച്ച സ്ഥലമാണ് ഉത്തർപ്രദേശ്. അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ കർഷകർ, നിങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. അവിടെ നിങ്ങൾ രാഷ്ട്രീയം തകർന്നു പോകുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞൊരു കാര്യം, കേരളത്തിൽ ഇങ്ങനെ വോട്ട് വർദ്ധിക്കുന്നതാണ് നിങ്ങൾ പ്രശ്നം, നിങ്ങൾ അപ്പോൾ അത് പഠിക്കുന്ന സന്ദീപ് വാര്യരെ, നിങ്ങളുടെ പൊളിറ്റിക്കൽ കാർഡ് തന്നെ ശ്രീരാമ രാഷ്ട്രീയമായിരുന്നു, രാമക്ഷേത്രമാണ്. രാമക്ഷേത്രവും രാമജന്മഭൂമി ബാബറി മസ്ജിദ് പ്രശ്നമില്ലായിരുന്നെങ്കിൽ നിങ്ങളില്ല. ആ ശ്രീരാമൻ്റെ നാട്ടിലാണ് നിങ്ങളിപ്പോൾ തോറ്റത്, അയോധ്യ ഉൾപ്പെടെ. ശ്രീരാമൻ്റെ നാട്ടിൽ ജനങ്ങൾ നിങ്ങളെ തിരിച്ചറിഞ്ഞെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ നാട്ടിൽ അധികം വൈകാതെ ജനങ്ങൾ നിങ്ങളെ തിരിച്ചറിഞ്ഞോളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ ഓർത്തൊന്നും ഒരു കാര്യമില്ല. ചരിത്രമറിയാവുന്ന ഒരാൾക്ക് കേരളത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പിൽ 10 വോട്ട് ഈ പറഞ്ഞ ഏതെങ്കിലും 3-4 മണ്ഡലത്തിൽ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും എന്നത് തോന്നുന്നൊന്നുമില്ല. ഈ നാട് ശ്രീനാരായണ ഗുരുവിൻ്റെ നാടല്ലേ. ശ്രീരാമൻ്റെ നാട്ടിലെ ആളുകൾ തിരിച്ചറിഞ്ഞല്ലോ, അറിഞ്ഞല്ലോ. ശ്രീനാരായണൻ്റെ വീട്ടിലെ ആളുകളെ വളരെ വേഗം തിരിച്ചറിഞ്ഞോളൂ. അതുകൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയത്തിന് ഇവിടെ വിലപ്പോകുണ്ടാകില്ല. അതുകൊണ്ട് അതിലൊന്നും ഞങ്ങളെ പേടിപ്പിക്കേണ്ട. ഇന്നത്തെ അതല്ലല്ലോ ചർച്ചയും. ഇവിടുത്തെ ചർച്ച എന്താണ്? നിങ്ങൾ റാഗ് ചെയ്ത് മാറ്റണ്ട. നിങ്ങൾ വലിയ പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രതിസന്ധി അന്തഛിദ്രങ്ങളുടെ തുടക്കമാണ്. അത് UP-യിലാണ് പൊട്ടിപ്പുറപ്പെടുന്നത്, നിങ്ങളുടെ ശക്തി കേന്ദ്രത്തിൽ. ആ UP-യിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുമ്പോൾ അതിന് വലിയ മാനങ്ങളുണ്ട്. അത് അവിടെ കൊണ്ട് തീരില്ല. ചില ചോദ്യങ്ങൾ ഇവരെ വലയ്ക്കുന്നുണ്ട്. സന്ദീപ് വാര്യർക്ക് മറുപടി ഉണ്ടാകും, ഞങ്ങളുടെ കാര്യമൊക്കെ ഞങ്ങൾക്കൊക്കെ അറിയാമെന്ന് പറയുന്നുണ്ടാകും. പക്ഷേ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആരാണ് നരേന്ദ്രമോദിയുടെ അടുത്തയാൾ? ആരാണ് നദ്ദ കഴിഞ്ഞാൽ വരാൻ പോകുന്നത്? അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിനെല്ലാം ഇദ്ദേഹത്തിന് മറുപടി ഉണ്ടാകും. അതാണ് ഞാൻ ആ വഴിക്ക് പോകാത്തെ. അദ്ദേഹം പറഞ്ഞോട്ടെ. പക്ഷേ എൻ്റെ ചോദ്യം അതൊന്നുമല്ല. നിങ്ങളിനെ ആരെ മാറ്റി പ്രതിഷ്ഠിച്ചാലും ആ വ്യക്തികൾക്കല്ല, നിങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തെയാണ്, നിങ്ങളുടെ നിലപാടുകളെയും നയത്തെയുമാണ് ഞങ്ങൾ നിരന്തരമായി എതിർത്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ തിരസ്കരിച്ചതും വ്യക്തികളെയാണ് എന്ന അഭിപ്രായം എനിക്കില്ല. നിങ്ങളുടെ നയത്തെയാണ്, നിങ്ങളുടെ സമീപനത്തെയാണ്, ആ ജനവിരുദ്ധ നയങ്ങളെയാണ്. പാചകവാതകത്തിന് നിരന്തരമായി വില കൂട്ടിക്കൊണ്ടിരുന്നാൽ 50 രൂപയ്ക്ക് പെട്രോളും ഡീസലും കൊടുക്കാമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയിട്ട് 100-150 രൂപയ്ക്ക് പെട്രോളും ഡീസലും കൊടുക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? ജനം നിങ്ങളെ തിരസ്കരിക്കും. അതാണ് ജനം തിരസ്കരിച്ചത്. കർഷകരെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നു, കർഷകർ നിങ്ങളെ തിരസ്കരിച്ചു. അഗ്നിവീറിലൂടെ സൈന്യത്തെ പോലും കരാർവൽക്കരിച്ചു. യുവതി യുവാക്കളും അവരുടെ രക്ഷകർത്താക്കളും നിങ്ങളെ തിരസ്കരിച്ചു. നിങ്ങൾ തൊഴിലാളികൾ, ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നു. ഇന്ത്യൻ റെയിൽവേയിൽ പോലും നിയമനം നടക്കുന്നില്ല. അവിടുത്തെ ജനങ്ങൾ നിങ്ങളെ തിരസ്കരിക്കും. അപ്പോൾ നിങ്ങളുടെ നയമാണ്, നിങ്ങൾ നയം മാറ്റാതെ ആളുകളെയെല്ലാം മാറ്റിക്കൊണ്ടുവരും. നിങ്ങളുടെ നയത്തിനെതിരായ സമരം പാർലമെന്റിനകത്തും പുറത്തും ഞങ്ങൾ തുടരും. ആ തുടരൽ തന്നെ ആയിരിക്കും ഈ പൂച്ചകളുടെ പണി കേട്ടോ. ശരി, ഓക്കെ.